ഹലോ, കേൾക്കാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താട്ടെ. കേൾക്കാമോ? ഒന്ന് പറഞ്ഞാട്ടെ. ചില സാങ്കേതിക കാരണങ്ങൾ മുഖാന്തരമായിട്ട് പ്രോഗ്രാം അല്പം താമസിക്കുന്നു. ധന്യനായ യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ രാത്രികാലം ഫെയ്ത്ത് ആൻഡ് സാൽവേഷൻ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ചില ഗാനങ്ങളുമായി കടന്നു വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഒരുക്കി തീർത്ത കൃപകൾക്കായ അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസിദാസന്മാരായിരിക്കുന്ന ഫാസ്റ്റർ CB അവറുകൾ, അതുപോലെ ഫെലിക്സ് സാമുവൽ അവറുകൾ, സിസ്റ്റർ ഷാരോൻ അവറുകൾ, ഇവർക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുലുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പാടും ഞാൻ യേശുവിനായി എന്നുള്ള ഗാനത്തോടെ ഇന്നത്തെ ശുശ്രൂഷയോടെ ആരംഭിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടി ഇരിക്കട്ടെ. പഴയ ഗാനങ്ങൾ, പ്രത്യേകിച്ച് ഡോക്ടർ KJ യേശുദാസ് പാടി നമ്മുടെ ഹൃദയത്തിന്റെ മുകുരങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന മനോഹരമായ പഴയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു സംഗീത പരിപാടിയാണ് ഇന്ന് രാത്രികാലം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. പാടും ഞാൻ യേശുവിനായി എന്നുള്ള ഗാനത്തോടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കും. പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. പാടും ഞാനെന്നകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിനായി. പാടും ഞാനെന്നകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിനായി. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും.
പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നും, കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നും, തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിടാമെന്നതും ഓർത്തതി മോദമോടെ, തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിടാമെന്നതും ഓർത്തതി മോദമോടെ. പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. ഈശ്വര സാധനയിൽ മുഴുകുന്ന ഓരോ ഭക്തന്റെ മനസ്സിന്റെ പ്രത്യേകത യേശുവിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ ഗുണമിടയായിത്തീരും. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമാണ്. അവൻ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഏറ്റവും ഉദാത്തമായ കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറയുകയാണ്: പ്രഭോ എന്നിൽ കനിയണമേ, പ്രഭോ എൻ്റെ ദുഃഖം എല്ലാം മാറ്റണമേ. ഇന്ന് രാത്രി ഗാനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളെല്ലാം കർത്താവ് മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മനമേ യേശുവിൻ പാതകമാകൂ എന്നാരംഭിക്കുന്ന മനോഹരമായ യേശുദാസന്റെ ഒരു ഗാനം പാടുന്നു. പ്രാർത്ഥന ശ്രദ്ധിക്കുന്നു. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരികൾ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും, പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും. പ്രഭോ എന്നിൽ കനിയേണമേ,
പ്രഭോ എൻ്റെ ഹൃദയത്തിൽ വാഴേണമേ. പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നിൽ പൂത്തു നിൽക്കും. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നിൽ പൂത്തു നിൽക്കും. പ്രഭോ എന്നിൽ കനിയേണമേ. പ്രഭോ നിന്റെ സ്നേഹം ചൊരിയണമേ. പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ. ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ. യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. മനോഹരമായ പഴയ ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. പ്രാർത്ഥനയോട് ശ്രദ്ധിക്കാം. യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിൻ്റെ മാർഗദീപം. വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിൻ്റെ മാർഗദീപം. നീ എൻ്റെ മാനസം പൂകുകില്ലേ? നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ? നീ എൻ്റെ മാനസം പൂകുകില്ലേ? നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ? യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം.
യേശുവിൻ്റെ ദിവ്യനാദം ഹൃത്തടത്തിൽ ജീവജലം. യേശുവിൻ്റെ ദിവ്യനാദം ഹൃത്തടത്തിൽ ജീവജലം. ശാന്തി നൽകും പുണ്യതീർത്ഥം ഹൃദയത്തിലിന്നു നീ നിറയ്ക്കണമേ. ശാന്തി നൽകും പുണ്യതീർത്ഥം ഹൃദയത്തിലിന്നു നീ നിറയ്ക്കണമേ. യേശുവെൻ്റെ പ്രാണനാഥൻ, യേശുവെൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, യേശു കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിച്ച കർത്താവാണ്. അവങ്കിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം പറയുവാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ ശക്തിയും ബലവും ജ്ഞാനവും എല്ലാം പകരുന്നത് ആ കർത്താവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് ഇപ്രകാരം ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറയുന്നു, കർത്താവേ, നീ എൻ്റെ ജീവാദി നായകനാണ്, എൻ്റെ ആശകൾക്കെല്ലാം ആരാധ്യനായ കർത്താവാണ്. മനോഹരമായ പഴയ ഗാനം ആലപിക്കുന്നു ഈശോയൻ ജീവാദി നായക. പ്രത്യേകിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ കെ ജെ യേശുദാസ് പാടി പ്രശസ്തമാക്കിയ മനോഹരമായ ക്രിസ്തീയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സംഗീത പരിപാടിയാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ പഴയ ഗാനങ്ങൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കേൾക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മനോഹരമായ ഗാനത്തിലേക്ക് കടക്കുന്നു. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. നീയൻ സർവവുമെന്ന് ഓർത്തിടുമ്പോൾ ഹായൻ ഹൃദയം തുടിച്ചിടുന്നു, ഹൃദയം തുടിച്ചിടുന്നു. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ.
തന്നെയാണെൻ്റെ ജീവശക്തി, നീ അല്ലാതെ അസ്തിത്വം ഇല്ല എന്നിൽ. നീ തന്നെയാണെൻ്റെ ജീവശക്തി, നീ അല്ലാതെ അസ്തിത്വം ഇല്ല എന്നിൽ. കണ്ണിന്നു കൗതുകം നിൻ ദർശനം, കാതിന്നു കോമള രാഗവും നീ, രാഗവും നീ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. നാവിന്നു നൽകും പുതുമധുവും, നാഥ നീ അല്ലാതെ വേറെയില്ല. നാവിന്നു നൽകും പുതുമധുവും, നാഥ നീ അല്ലാതെ വേറെയില്ല. അത്യാശയോടെൻ്റെ ബുദ്ധി തേടും, സത്യവുമായതിൻ മാർഗവും നീ, മാർഗവും നീ. ഈശോയൻ ജീവാധിനായക, എന്നും ആശകൾക്കാരാധ്യനായ നാഥ. നീയൻ സർവവുമെന്ന് ഓർത്തിടുമ്പോൾ ഹായൻ ഹൃദയം തുടിച്ചിടുന്നു, ഹൃദയം തുടിച്ചിടുന്നു. ഈശോയൻ ജീവാധിനായക, എന്നും ആശകൾക്കാരാധ്യനായ നാഥ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നു ദിവ്യകാരുണ്യമേ. വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ്. ദൈവസ്നേഹത്തിൻ്റെ അതിരറ്റ ആനന്ദം അനുഭവിക്കുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയ മഹനീയമായ അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ ഈ ഭൂമുഖത്ത് നിലനിർത്തുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹമാണ്. മാത്രമല്ല, ദൈവം നമ്മോട് കാണിച്ച ആ മഹനീയമായ സ്നേഹത്തിൻ്റെ അളവറ്റ ദാനനിമിത്തമാണ് നമുക്ക് ഈ നശ്വരമേറിയതായ ഈ ലോകത്തിൽ നമ്മെ നിലനിർത്തുന്നത്. പ്രത്യേകിച്ച് കൊറോണയാൽ അനേകർ ഭാരപ്പെട്ടുകൊണ്ടായിരിക്കുന്നു. ഈ ഭീകരമായ അന്തരീക്ഷം എന്ന് മാറുമെന്നോർത്ത് നാം ഭാരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ നമ്മെ സമാധാനിപ്പിക്കുന്നതും നമ്മെ സന്തോഷിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സ്നേഹവുമാണ്. അതുകൊണ്ട് മനോഹരമായ ഈ ഗാനം ശ്രദ്ധിക്കാം. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യം.
ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മോഹമതർമാത്സര്യങ്ങൾ തൻ ഘോരമന്ധത നിറയും എൻ മനസ്സിൽ. ക്രോധമോഹമതമാത്സര്യങ്ങൾ തൻ ഘോരമന്ധത നിറയും എൻ മനസ്സിൽ. ദൈവസ്നേഹത്തിൻ മെഴുതിരി നാളം, ദൈവസ്നേഹത്തിൻ മെഴുതിരി നാളം ദേവാ നീ കൊളുത്തണേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. നിന്നെ ഉൾക്കൊണ്ടൊരൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ. നിന്നെ ഉൾക്കൊണ്ടൊരൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ. നിന്നെ അറിയുന്നോരൻ ഹൃദയത്തിൽ, നിന്നെ അറിയുന്നോരൻ ഹൃദയത്തിൽ നാഥാ നീ വസിക്കണേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിനു പുതുജീവൻ നൽകും
സ്വർഗീയ ഭോജനമേ. നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം, അനുതാപത്തോടുകൂടി അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം അവിടുന്ന് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു യാഗമായി സമർപ്പിക്കപ്പെടുമ്പോൾ, ഒരു ബലിയായി സമർപ്പിക്കപ്പെടുമ്പോൾ അവിടുത്തെ അനുഗ്രഹം നമ്മിലേക്ക് പകരപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനോഹരമായ ഗാനം ശ്രദ്ധിക്കാം. ബലിയായി തിരുമുമ്പിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം. ബലിയായി തിരുമുൻപിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനശ്വരം ഇടയന്റെ വഴി തേടി പാടും. ഇടറുന്ന ഹൃദയാർദ്രഗാനം അവിടുത്തെ അൾത്താരം അതുമാത്രം ആശ്രയം. ബലിയായി തിരുമുൻപിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം. ഇരുൾ വീഴും പാതയിൽ മെഴുതിരി നാളമാ തെളിയുന്ന സത്യമേ ഉലകിൻ്റെ നിത്യതേ. നാദമാ രൂപമാ വിശ്വതേജോശില്പിയാ ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർധനന്റെ മിത്രമാ. ഈ പ്രാർത്ഥന കേൾക്കുമോ? ഈ അർത്ഥന കാണുമോ? ശരണമേശുവിലനുദിനം ബലിയായി തിരുമുൻപിൽ നൽകാൻ അവിടുത്തെ അനുതാപഗാനം. അതുമാത്രം മനശ്വരം ഇടയന്റെ വഴി തേടി പാടും. ഇടറുന്ന ഹൃദയാർദ്രഗാനം പതിതന്റെ പാട്ടിലും പരിശുദ്ധ ഭാവമാ നിറയുന്ന പുണ്യമേ പരമദയാനിധേ. ത്യാഗമായി സ്നേഹമായി ഏകരക്ഷാമാർഗമാ പാപഭൂവിൽ വീണു കേഴും ദുഃഖിതന്റെ നാഥനാ. ഈ യാചന കേൾക്കുമോ? ഈ വേദന
ശരണമേശുവിലനുദിനം ബലിയായി തിരുമുൻപിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനസ്വരം ഇടയന്റെ വഴി തേടി പാടും. ഇടറുന്ന ഹൃദയാർദ്രഗാനം അവിടുത്തെ അൾത്താരം അതുമാത്രം ആശ്രയം ബലിയായി തിരുമുൻപിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം ഹല്ലേലൂയ. ഒരു കാലത്ത് ദൈവത്തെ വേണ്ടതുപോലെ അറിയാതെ ജീവിച്ച ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ സർവശക്തനായ യേശു കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്ത ആ മഹനീയമായ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ വിളിച്ചു വേർതിരിക്കുകയും കർത്താവിന്റെ സന്നദ്ധിയിൽ കടന്നു വന്നത് മുഖാന്തരമായി ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കൃപ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ജീവിതത്തിലെ നീർന്നതായ വേദനയുടെ മധ്യത്തിൽ ദൈവസ്നേഹത്തെ അറിയുവാൻ കഴിയാതെ ആത്മഹത്യക്ക് വേണ്ടി തയ്യാറായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ സർവശക്തനായ യേശു കർത്താവ് ഞങ്ങളെ അതിൽ നിന്ന് വീണ്ടെടുക്കുകയും കർത്താവിൻ്റെ മഹനീയമായ വേല ചെയ്യുവാൻ, കർത്താവിൻ്റെ മഹനീയമായ സ്നേഹത്തെക്കുറിച്ച് വിളിച്ചു പറയുവാൻ സർവശക്തനായ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്രകാരം ഞങ്ങൾക്ക് പറയാൻ കഴിയും: ദൈവമേ, നിന്റെ സ്നേഹം വർണ്ണിച്ചിടാൻ എൻ്റെ വാക്കുകൾക്ക് കഴിയുകയില്ല, എൻ്റെ നാവിനത് കഴിയുകയില്ല, അത് നന്ദി ചൊല്ലി തീർക്കുവാൻ എൻ്റെ ജീവിതം പോരാ എന്ന് പാട്ടുകാരനോട് ചേർന്ന് പറയുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അനേകരോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം നമുക്ക് നൽകുന്ന ഓരോ അനുഭവങ്ങളിലൂടെ, ഓരോ അനുഗ്രഹങ്ങളിലൂടെ, ഹല്ലേലൂയ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ മീഡിയകളിലൂടെയും ഈ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വിളിച്ചു പറയുവാൻ സർവ്വവല്ലഭനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഗാനം ആലപിക്കുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാൻ
സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങൻ മുൻപേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ച സമയത്ത് അനേക ഉപദേശങ്ങൾ തന്റെ ശിഷ്യന്മാർക്കും കൂടപ്പെട്ടതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊടുക്കാൻ തക്കമിടയായി തീർന്നു. അതിൽ കർത്താവ് പഠിപ്പിച്ച പഠനങ്ങളിലെല്ലാം ഞാനാകുന്നു എന്ന് പല കാര്യങ്ങൾ യേശു കർത്താവ് പഠിപ്പിക്കാനിടയായി തീർന്നു. കർത്താവ് പ്രകാരം പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ചെന്നായി വരുമ്പോൾ, കാട്ടുമൃഗങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം എൻ്റെ യേശുവിന് സാധിക്കുന്നു. നല്ല ഇടയനായ യേശു കർത്താവിന് കഴിയുന്നു. ഈ അർത്ഥം മനോഹരമായ പഴയഗാനം പാടുന്നു ഡോക്ടർ കെ ജെ യേശുദാസ് പാടി നമ്മുടെ മനോമുഖരങ്ങളിൽ ആഴമായി പതിഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു ഗാനം. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നാം മാറണം. കർത്താവിൻ്റെ കാവൽ ലഭിക്കുവാൻ നാം ആട്ടിൻകൂട്ടങ്ങളായി മാറുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മൾ ആഴമായി പതിയട്ടെ എന്ന് ആഴമായി ആഗ്രഹിക്കുന്നു. സോറി, ആ ഗാനം പാടുവാൻ തക്കവണ്ണം സാധ്യമാകുന്നില്ല. ഇതിൻ്റെ ട്രാക്ക് പ്ലേ ആകുന്നില്ല. മറ്റൊരു ഗാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഉണരൂ മനസ്സേ എന്നാരംഭിക്കുന്ന ആ മനോഹരമായ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ഉണരൂ മനസ്സേ പകരൂ ഗാനാമൃതം.
ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. പനിനീർ പൂവിതളിൽ പതിയും തൂമഞ്ഞു പോ ഒരു നീർക്കണമാ അലിയ ഈ കാസയിൽ തിരുനാമ ജപമാലയിൽ ഒരു രാഗമായലിയ തിരുനാമ ജപമാലയിൽ തിരുനാഗമായലിയ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. മണിനാദം ഉയരുന്നു മനസ്സിൽ നീ നിറയുന്നു. യേശുവേ ദേവസുതാ വരമാരി ചൊരിയണമേ. പരിപാവനനാം പരനേ പദദാരിലെന്ന ഭയം. പരിപാവനനാം പരനേ പദദാരിലെന്ന ഭയം. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ
മറ്റൊരു ഗാനം കൂടെ പാടി ഇന്നത്തെ പ്രോഗ്രാമിനെ അവസാനിപ്പിക്കാൻ തക്കണം താല്പര്യപ്പെടുന്നു. യേശുവേ സർവേശ്വരനുവേ നിത്യപ്രകാശമേ നീ നയിക്കൂ. നമ്മുടെ സർവശക്തനായ കർത്താവിൻ്റെ അവനിൽ ആശ്രയിക്കുവാൻ, അവൻ പോകുന്ന പാതയിലൂടെ യാത്ര ചെയ്യുവാൻ ഈ രാത്രികാലം നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവിൻ്റെ സ്നേഹം അത് വറ്റാത്ത സ്നേഹമാണ്. ആ സ്നേഹം അനുഭവിപ്പാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ കർത്താവിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നമുക്ക് ഈ നശ്വരമേറിയ ലോകത്തിൽ യാത്ര ചെയ്യുവാൻ സർവ്വലഭനായ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മനോഹരമായ ഗാനം ഇവിടെ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. നീർച്ചാലുകൾ തേടി വരും മാൻപേട പോ ഞാൻ വരുന്നു. നീർച്ചാലുകൾ തേടി വരും മാൻപേട പോ ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. വാനിലെ മാധുര്യ സിന്ധു നീ ആനന്ദത്തേൻ പുഴയുന്നൊഴുക്കൂ. നീയല്ലോ ജീവൻ, നീയല്ലോ സത്യം, നീതാൻ പ്രകാശം യേശു മഹേശ. ജീവദാത സ്നേഹരാജ ആത്മനാഥ നീ വരിക. ജീവദാത സ്നേഹരാജ ആത്മനാഥ നീ വരിക. എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ. നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിക്കൂ. എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ. നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിക്കൂ. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ.
ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമൻ മാനസം നീ നിറയ്ക്കൂ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന ഓരോ ഭക്തന്റെയും ജീവിതത്തിൽ അവൻ കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ, നിന്റെ വരവ് എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? ഞാൻ ഈ ഭൂതലത്തിൽ എത്രമാത്രം വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നു, എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറ്റി നീ എത്രയും പെട്ടെന്ന് കടന്നു വന്ന് ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നിന്ന്, ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഈ ഭൂതലത്തിൽ നമുക്കായിരിക്കുവാൻ സർവ്വലഭനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഹലകാന്ത താമസം എന്തഹോ എന്ന ഗാനം കൂടെ പാടി ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഗാനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും, ലൈവിൽ കടന്നു വന്ന് എൻ്റെ പ്രോഗ്രാം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എൻ്റെ അഗൈതവമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച FS മീഡിയ ഫെയ്ത്ത് ആൻഡ് സാൽവേഷൻ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാർ പാസ്റ്റർ സിബി ജോൺ, ഫെലിക്സ് സാമുവൽ, സിസ്റ്റർ ഷാരോൺ എന്നിവർക്ക് എൻ്റെ അഗൈതവമായ നന്ദി തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അനേകരെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ, അനേകരോട് കർത്താവിൻ്റെ വചനം പങ്കുവെക്കുവാൻ, അനേക ഗായകർ പാടുന്ന ഗാനങ്ങളിലൂടെ അനേകർ യേശുവിനെ കണ്ടുമുട്ടുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാന ഗാനത്തിലേക്ക് കടക്കുന്നു. കാന്ത താമസം എന്തഹോ. കാന്താതാമസമെന്തഹോ വന്നിടാനേശു, കാന്താതാമസമെന്തഹോ, കാന്താതാമസമെന്തഹോ വന്നിടാനേശു, കാന്താതാമസമെന്തഹോ. കാന്ത നിൻ വരവിനായി കാത്തിരുന്നെൻ്റെ മനം, വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നു മാനുവേലി, മങ്ങുന്നു മാനുവേലി. കാന്ത താമസമെന്തഹോ വന്നിടാനേശു, കാന്ത താമസമെന്തഹോ. വേഗത്തിൽ ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ടെത്ര വർഷമാതായിരിക്കുന്നു, മേഘങ്ങളിൽ വരുന്നെന്ന് പറഞ്ഞതോർത്ത് ദാഹത്തോടെ ഇരിക്കുന്നു. ഏകവല്ലഭനാകും യേശുവേ നിന്റെ നല്ല ആഗമനം ഞാൻ നോക്കി ആശയോടിരിക്കയാ. കാന്ത താമസമെന്തഹോ വന്നിടാനേശു, കാന്ത താമസമെന്തഹോ. ദുഃഖം നീ നോക്കുന്നില്ലയോ, എൻ വിലാപ ശബ്ദം നീ കേൾക്കുന്നില്ലയോ.
തക്കം നീ നോക്കുന്നില്ലയോ പിശാചന്മാനം വെക്കം ഹനിപ്പാനയ്യോ. തൃക്കണ്ണാൽ എന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി വെക്കം നിന്മണവാട്ടിയാക്കി കൊള്ളുവാൻ പ്രിയ കാന്ത താമസമെന്തോ വന്നിടാനേശു കാന്ത താമസമെന്തോ. കാന്ത നിൻ വരവിനായി കാത്തിരുന്നെൻ്റെ മാനം വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നു മാനുവേലി മങ്ങുന്നു മാനുവേലി. കാന്ത താമസമെന്തോ വന്നിടാനേശു കാന്ത താമസമെന്തോ. കാന്ത താമസമെന്തോ വന്നിടാനേശു കാന്ത താമസമെന്തോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്ന് രാത്രി കർത്താവ് നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സകല മാനവും മഹത്വം അർപ്പിക്കുന്നു. എന്നെ കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിലെ ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിലും ഈ FS മീഡിയ എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ അത് വളരെ അനുഗ്രഹത്തോടു കൂടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അതിൻ്റെ അഡ്മിൻസ് ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ സഹായിക്കട്ടെ. അനേകർക്ക് വേദികൾ നൽകുന്ന അനേകർക്ക് വിഭജനം കേൾക്കുവാനും ഗാനങ്ങൾ കേൾക്കുവാനും കർത്താവ് ഈ പ്രവർത്തനങ്ങൾ മുഖാന്തരം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. എൻ്റെ എല്ലാവിധമായ ആശംസകൾ എൻ്റെ പ്രവർത്തകർക്ക് നേരുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവെ, നല്ല സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും നിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ സർവ്വലഭനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന മഹനീയമായ നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ FS മീഡിയയുടെ ഹല്ലേലൂയ മ്യൂസിക് ഹവർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ അടികൾക്കും പങ്കാളിത്തം വഹിക്കുവാൻ സർവ്വലഭനായ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. അനേക ഗാനങ്ങൾ പാടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഇതിൻ്റെ അഡ്മിൻസായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കായിട്ട് ഞങ്ങൾ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രിയപ്പെട്ടവരുടെ മേൽ പകരുകയും അനേകർക്ക് ആശ്വാസമായി പ്രവർത്തനങ്ങൾ മാറുവാൻ തക്കവണ്ണം കർത്താവെ ഹല്ലേലൂയ ഒരു പാട്ടുകൾ കേൾക്കും മാത്രമല്ല, വചനം കേൾക്കുക മാത്രമല്ല, കർത്താവെ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി അനേക നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാനും പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഒരുക്കി മാനിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഗാനങ്ങൾ ശ്രവിച്ചതായ ലൈവിൽ കടന്നു വന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഈ പ്രോഗ്രാം അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് നന്ദി പറയുന്നു. ഇതിന് അഡ്മിൻസിനെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം അനേകരിലേക്ക് എത്തപ്പെടുവാൻ, അനേക വ്യൂവേഴ്സിൽ ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഗാനങ്ങളിലൂടെ സംസാരിക്കപ്പെട്ട ഓരോ മെസ്സേജുകളും കർത്താവെ ഓരോ സന്ദേശവും ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പകരപ്പെടുകയും അവരൊക്കെയും ഹല്ലേലൂയ യേശുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം, യേശുവിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഹല്ലേലൂയ 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 അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ വിശ്വാസത്തിലും രക്ഷയിലും ഒരുപോലെ എല്ലാവരുമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മധ്യത്തിൽ പകർന്നതിനായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ നിന്റെ കൃപയാൽ അടിയങ്ങളെ അനുദിനം വഴി നിർത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ലോകം കടന്നു പോകുന്ന, ഞങ്ങളുടെ ദേശം കടന്നു പോകുന്ന ഈ ശോചനീയമായ ഈ ഭീകരമായ അന്തരീക്ഷം കർത്താവെ എന്നേക്കുമായി ഹല്ലേലൂയ മാറ്റപ്പെടുവാൻ തക്കവണ്ണം, രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരൊക്കെയും സൗഖ്യമാക്കപ്പെടുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ മണിയറയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
രാത്രി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സർവ്വശക്തൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിൻ്റെ പ്രവർത്തകർക്ക് നന്ദി പറയുന്നു. കേട്ട ഈ പ്രോഗ്രാം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഇതുപോലെ നമുക്ക് കണ്ടുമുട്ടുവാൻ, ഈ പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും ഗാനങ്ങൾ ആലപിക്കുവാൻ, സന്ദേശങ്ങൾ പറയുവാൻ ദൈവം അനേക അഭിഷിക്തന്മാർക്ക് കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം അനേകർക്ക് ഒരു വിടുതലായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഹല്ലേലൂയ. കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.